മെസ്സി കേരളത്തിലേക്ക് വരില്ലെന്ന് സ്ഥിരീകരിച്ച് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. ഈ ഒക്ടോബറിൽ മെസ്സിയെ എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത്. എന്നാൽ ഒക്ടോബറിൽ എത്താൻ കഴിയില്ലെന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുകയായിരുന്നു. ഒക്ടോബറിൽ മാത്രമേ എത്തിക്കാൻ കഴിയൂ എന്നാണ് സ്പോൺസർമാരും പറഞ്ഞിരുന്നത്. ഇതോടെ ഇതിഹാസ താരം എത്തില്ലെന്ന് ഉറപ്പായി. അർജന്റീനൻ ടീം എത്തുന്നതിനായുള്ള കരാറിന്റെ ആദ്യ ഗഡു നൽകിയായിരുന്നു. ഈ വർഷം ഒക്ടോബറിൽ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീനൻ ഫുട്ബോൾ ടീം കേരളത്തിൽ പന്ത് തട്ടാനെത്തും എന്നായിരുന്നു നേരത്തെ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നത്. അതേസമയം മെസ്സി ഡിസംബറിൽ ഇന്ത്യയിൽ എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഫുട്ബോൾ വർക്ക്ഷോപ്പുകൾക്ക് വേണ്ടി മുംബൈ, കൊൽക്കത്ത, ഡൽഹി നഗരങ്ങളിൽ സന്ദർശിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വാങ്കഡെ സ്റ്റേഡിയം, ഈഡൻ ഗാർഡൻ, അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ മെസ്സി സന്ദർശനം നടത്തിയേക്കും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ക്രിക്കറ്റ് മത്സരത്തിൽ മെസ്സി പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, MS ധോണി തുടങ്ങിയ ഇതിഹാസ താരങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുമെന്നും സൂചനയുണ്ട്. 7 താരങ്ങൾ പങ്കെടുക്കുന്ന മത്സരമായിരിക്കും ഇത്. മെസ്സി ഇതാദ്യമായല്ല ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്നത്. 2011 അർജന്റീന ദേശീയ ടീമും മെസ്സിയും ഇന്ത്യയിലേക്ക് ഫുട്ബോൾ കളിക്കാൻ എത്തിയിരുന്നു. കൊൽക്കത്തയിലെ സാൾട്ട ലേക്ക് സ്റ്റേഡിയത്തിൽ വെനസ്വലയ്ക്കെതിരെ സൗഹൃദ മത്സരവും അന്ന് അർജന്റീന കളിച്ചിരുന്നു. നീണ്ട 14 വർഷങ്ങൾക്ക് ശേഷം മെസ്സി വീണ്ടും ഇന്ത്യൻ മണ്ണിലെത്തുമ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ആവേശത്തിലാവുമെന്നുള്ളത് ഉറപ്പാണ്. ഈ വർഷം ഒക്ടോബറിൽ അർജന്റീന ചൈനയിൽ 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കും. നവംബറിൽ ടീം ഖത്തറിലും ആഫ്രിക്കയിലുമാണ് കളിക്കുന്നത്. ആഫ്രിക്കയിലെ മത്സരത്തിൽ അങ്കോളയാണ് എതിരാളികൾ. ഖത്തറിൽ എതിരാളിയായി US ടീമും ഉണ്ടാകും. സെപ്റ്റംബർ അവസാനത്തോടെ ദക്ഷിണ അമേരിക്കൻ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളും പൂർത്തിയാക്കും.